സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു കാര്യം പറയാൻ വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം പിഷാരടി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പിഷാരടി അവിടെ മത്സരിക്കുകയും പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മലയാളത്തിന്റെ മൂത്തൻ, മലയാളത്തിന്റെ ഇതിഹാസമായിട്ടുള്ള മമ്മൂക്ക അവിടേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിഷാരടി പലപ്പോഴായിട്ട് ഷാഫി പറമ്പിലും മറ്റാളുകളും ഒക്കെ മമ്മൂക്ക അവിടെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചാണ്, പക്ഷെ അവർക്കത് സാധിച്ചില്ല. ഞാൻ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചതിന് ശേഷമുള്ള റോഡ് ഷോയിൽ മമ്മൂക്കയും കാണുമെന്നാണ് പിഷാരടി അവിടെയുള്ള ആളുകൾക്ക് വാക്ക് കൊടുത്തത്. അപ്പൊ ആ കാര്യങ്ങൾക്കൊക്കെ പിന്നാലെ മമ്മൂക്കയുടെ ഒരു പുതിയ ചിത്രമായിട്ടുള്ള മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നു. ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ ഒരുപാട് ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, നല്ലത് പറയുന്നുണ്ട്, മോശം പറയുന്നുണ്ട്. മമ്മൂക്ക മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഒരു ഗുണ്ട നേതാവുമായിട്ട് ബന്ധമുള്ള ആളാണ്, അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഒരു ഗുണ്ട നേതാവാണ്, ധാർഷ്ട്യമുള്ള ഒരു വൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനെ എല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടീസർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നല്ല ടീസർ അല്ല, അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വന്നിരിക്കുന്നത്. അതിൽ മമ്മൂക്ക, നസ്ലിൻ, ആസിഫ് അലി എന്ന് പറയുന്ന ഈ 3 പേരാണ്, ഇവരുടെ കോംബോയാണ്. അതിൽ മമ്മൂക്ക മൂന്നാമതാണ്, ആസിഫ് അലി, നസ്ലിൻ, മമ്മൂക്ക എന്നുള്ള രീതിയിലാണ് ആ സിനിമയുടെ കോംബോ പോകുന്നത്, അല്ലെങ്കിൽ ആ സിനിമയുടെ താരനിര പോകുന്നത്. അപ്പം അങ്ങനെ വരാൻ പോകുന്ന ഒരു അടിപൊളി ചിത്രം തന്നെ ആയിരിക്കും മട്ടാഞ്ചേരി മാഫിയ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു വന്ന കാര്യം നമ്മുടെ പിഷാരടി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ പറ്റിയാണ്. അപ്പം അങ്ങനെ പിഷാരടി പത്രിക സമർപ്പിക്കാൻ എത്തിയ സമയത്ത് പിഷാരടിയുടെ ഉറ്റ സുഹൃത്തും പിഷാരടിയുടെ വഴികാട്ടിയും ഗുരുവും എല്ലാമായിട്ടുള്ള മമ്മൂക്ക പിഷാരടിയെ വീഡിയോ കോളിൽ കൂടി വിളിച്ചിട്ട് അഭിനന്ദനം അറിയിക്കുകയും പിഷാരടിക്ക് എല്ലാ രീതിയിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു. മമ്മൂക്ക പിഷാരടിക്കൊപ്പമാണ്, പിഷാരടിയുടെ കോൺഗ്രസിനൊപ്പമാണ്. പിഷാരടി കോൺഗ്രസിലേക്ക് പോയി മമ്മൂട്ടിക്കെതിരെ കളിച്ച കളികൾ മമ്മൂക്കിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ മമ്മൂക്കയും കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നു എന്ന് പല ആളുകളും പറഞ്ഞതിന്റെ പേരിലും പല ആളുകളും ആ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടല്ല, എന്നാൽ അതിനെയെല്ലാം വലിച്ചു കീറിക്കൊണ്ട് തന്നെയാണ് മമ്മൂക്കയുടെ ഈ ഒരു പ്രസ്താവന, മമ്മൂക്കയുടെ ഈ ഒരു പിന്തുണയും വന്നിരിക്കുന്നത്. പല ആളുകൾക്കും അത് മമ്മൂക്ക അങ്ങനെ തന്നെ പോകുന്നു എന്ന് തോന്നുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് മമ്മൂക്ക ഒരിക്കലും അങ്ങനെ പോകില്ല എന്നാണ്. എന്റെയും വിശ്വാസം മമ്മൂക്ക ഒരിക്കലും അങ്ങനെ പോകില്ല. മമ്മൂക്കയ്ക്ക് ഒരു നിലപാടേ ഉള്ളൂ, ഒരു തന്തേ ഉള്ളൂ. അങ്ങനെ പിഷാരടിയെ മമ്മൂക്ക നേരിട്ട് ഫോണിൽ വിളിച്ച്, അതായത് തന്റെ സുഹൃത്തിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരിക്കുന്ന മമ്മൂക്കയാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പം മോഹൻലാലിന്റെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ വീഡിയോ നിങ്ങളെ കാണിച്ചു, ഈ സൈഡിലൊന്ന് നോക്കിക്കോ. ഇത് പറഞ്ഞേക്ക് ആളുകൾ എന്നോട് വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ രമേശ് ചേട്ടനെ ജയിപ്പിക്കണം എന്നോട്. മമ്മൂക്കയോ അല്ല, ആശയം ഇങ്ങോട്ട് വാ, ഒന്ന് കാണിക്കാവോ? ഒരു മിനിറ്റ് ആ വീഡിയോ എടുക്കണോ? കണ്ടില്ലേ, എന്തൊരു സന്തോഷമാണ് അവിടെയുള്ള ആളുകൾക്കും, എന്തൊരു സന്തോഷമാണ് ഈ കൂടെ നിൽക്കുന്ന അണികൾക്കും എല്ലാം. മമ്മൂക്ക വിളിക്കുന്നു എന്ന് അറിയുമ്പോൾ ഏറെ ബഹുമാനത്തോടുകൂടി ആ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂക്കയെ വീഡിയോ കോളിലേക്ക് വിളിച്ച്, മമ്മൂക്കയ്ക്ക് എല്ലാ ആളുകളും കൈ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് പിഷാരടി ജയിക്കുന്നതിനേക്കാൾ അപ്പുറം മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം, അത് അതിയായ ആഗ്രഹം ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഈ ഒരു കാര്യം പറയുന്നതിനൊപ്പം തന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്ററിൽ, ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ, അപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഒരാളുടെ ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള പിഷാരടിയുടെ ചിത്രം അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ സോഷ്യൽ മീഡിയ എല്ലാം പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത്. ഇതിലും വലിയ ഇലക്ഷൻ പ്രചാരണം ഇവിടെ വേറെ ഏത് സ്ഥാനാർത്ഥിക്ക് കിട്ടുമെടാ? ഈ കളി പിഷാരടി ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. ആ ഒരു പോസ്റ്റ് ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്യാം. അതിൽ പിഷാരടിയുടെ ഫോട്ടോ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ ആ ഒരു ചുമരിൽ, ആ ഒരു മട്ടാഞ്ചേരി എന്ന് പറയുന്ന ഒരു കെട്ടിടം, അങ്ങനെ പണിത് വെച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ചുമരിൽ പിഷാരടിയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്ത് ഇത് വന്നിരിക്കുന്നത്. അതായത് മമ്മൂട്ടിക്ക് പിഷാരടിയുമായിട്ട് നല്ല ആത്മബന്ധമാണുള്ളത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പിഷാരടി എവിടെ പോയാലും, മമ്മൂട്ടി എവിടെ പോയാലും പിഷാരടി കൂടെ പോകുന്നു, പിഷാരടി എവിടെ പോയാലും മമ്മൂക്കയും കൂടെ പോകുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധത്തിലാണ് അവർ പോകുന്നത്. നല്ല സുഹൃത്ത് ബന്ധമാണ്, നല്ല ഗുരുനാഥൻ ബന്ധമാണ്, നല്ല സുഹൃത്ത് ബന്ധമാണ്, അല്ലെങ്കിൽ നല്ല ഗുരുശിഷ്യ ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. നമുക്കറിയാം, പിഷാരടി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ
എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മമ്മൂക്കയുമായിട്ട് വിളിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ തരും. അല്ലെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്താൽ ഇത് ശരിയാകും, എങ്ങനെ ചെയ്താൽ ഇത് തെറ്റാണ്, ഏതൊക്കെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാം, എതിരഭിപ്രായങ്ങൾ ഏതൊക്കെ രീതിയിൽ വരാം, ഇതെല്ലാം എനിക്ക് അദ്ദേഹം പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിനെ സമീപിക്കാറുമുണ്ട്. എൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാവും, അദ്ദേഹം എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് തന്നെയാണ് പിഷാരടി പറയുന്നത്. അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ വരാൻ പോകുന്ന ചിത്രത്തെ പറ്റി കേട്ടപ്പോൾ വിരളി പിടിച്ച, മമ്മൂക്കയുടെ ഏത് ചിത്രം വന്നാലും വിരളി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു മെഴുകൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കണ്ടു. പിഷാരടി അംഗീകരിക്കുന്ന ഒരു മമ്മൂട്ടി കമ്മ്യൂണിസത്തിനെ എതിർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന കുറേ ആളുകളെ കണ്ടു. അതിൽ പിഷാരടി നൽകിയ മറുപടിയും നമ്മൾ കണ്ടു. അതായത് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഈ രീതിയിൽ മമ്മൂട്ടിയെ ഞാൻ വിളിച്ച വിഷയം എടുത്ത് കൊട്ടിഘോഷിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അത് തന്നെയായിരുന്നു സംഭവം. വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ പിഷാരടി മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞൊരു കാര്യം വേറെ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട്, അല്ലെ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ചർച്ച ചെയ്യുന്ന, വിശകലനം ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കാണ് ഇവരെല്ലാവരും മാറിയത്. എന്തായാലും പിഷാരടി ജയിക്കാനായിട്ട് മമ്മൂക്കയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും, ലാലേട്ടൻ്റെ പിന്തുണയുണ്ടാകും, എല്ലാ ആളുകളുടെയും പിന്തുണയുണ്ടാകും. പിഷാരടി ഒരു സിനിമാ നടനായതുകൊണ്ടോ മറ്റേതെങ്കിലും മേഖലയിൽ നിൽക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. പിഷാരടി ഒരു മിടുക്കനായതുകൊണ്ട് തന്നെയാണ് പിഷാരടി എത്രയും അധികം ആളുകൾ മലയാള സിനിമയിൽ, മമ്മൂക്ക ഒരാളെ പിന്തുണയ്ക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂക്കയ്ക്ക് അത്രയധികം ആത്മബന്ധം, അല്ലെങ്കിൽ അത്രയധികം മമ്മൂക്കയ്ക്ക് അവരുമായിട്ട് ഓക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ നല്ലൊരു വ്യക്തിയാണെന്ന് മമ്മൂക്കയ്ക്ക് ഫീൽ ചെയ്യണം. എങ്കിൽ മാത്രമേ മമ്മൂക്ക അവരെ അംഗീകരിക്കുള്ളൂ. മമ്മൂക്ക എന്ന് മാത്രമല്ല, ഏതൊരാളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിഷാരടി മമ്മൂക്കയ്ക്ക് മുൻപിൽ, അല്ലെ മമ്മൂക്കയോടൊപ്പം അത്ര അധികം ബന്ധമാണുള്ളത്, അത്ര ആഴത്തിലുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക അതിന് എതിർത്തൊന്നും പറയാത്തതും, ഈ വീഡിയോ കോൾ മമ്മൂക്ക വിളിച്ചിട്ട് ആ ഒരു പിഷാരടിയെ അഭിനന്ദിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാ ഒരു നിറകുടം തന്നെയാണ് മമ്മൂക്ക. എല്ലായ്പ്പോഴും നമുക്കറിയാം. അത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ വീണ്ടും തെളിഞ്ഞ് അല്ലെങ്കിൽ എടുത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഇങ്ങനെ തന്നെ എക്കാലത്തും ഉണ്ടാവട്ടെ. പിഷാരടിയോടൊപ്പം കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്ന മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആലേഖനം ചെയ്യുന്ന ആളുകൾ, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെയൊക്കെ ചിന്താഗതികളും നിങ്ങളുടെയൊക്കെ ഈ അഭിപ്രായങ്ങളും നിങ്ങളുടെയൊക്കെ ഈ കമൻറ്റ് ബോക്സിലുള്ള മെഴുകലുകളും ഒക്കെ ഒന്ന് പരിധിവരെ കുറയ്ക്കുക. എന്തായാലും പിഷാരടി ജയിക്കുന്നത് കാണാനായിട്ട് തന്നെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യാൻ പോകുന്നത് പിഷാരടി ആയിരിക്കും. പിഷാരടിക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാനൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് PR ചെയ്യുന്നതല്ല, നിങ്ങൾ ആദ്യം ഓർക്കുക. എന്തായാലും പിഷാരടി ജയിക്കുന്നത് ജയിക്കട്ടെ, ജയിക്കുന്നില്ല ജയിക്കണ്ട. പക്ഷേ എന്തായാലും അവിടെ മമ്മൂക്ക വരും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് എന്തായാലും യാതൊരു സംശയമില്ല. കാരണം പിഷാരടി ജയിച്ചു കഴിഞ്ഞാൽ അവിടെ മമ്മൂക്ക എത്തും. കുറേ ആളുകളുടെ കമൻറ്റ് ബോക്സിലുള്ള മെഴുകലുകളുണ്ട് കേട്ടോ. മുഖമില്ലാത്ത, മേൽവിലാസമില്ലാത്ത, എവിടെ നിന്ന് വന്നതാണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകളുടെ മെഴുകലുകൾ ഈ കമൻറ്റ് ബോക്സുകളിലും എല്ലാം വന്ന് നിറയുന്നുണ്ട്. എന്തായാലും വന്ന് നിറയുന്നതൊക്കെ നിറഞ്ഞു കൂടട്ടെ. കുമിഞ്ഞു കൂടി വേറെ ഏതെങ്കിലും തലങ്ങളിലേക്ക്, അല്ലെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകട്ടെ. എന്തായാലും മമ്മൂക്കയും പിഷാരടിയും, അല്ലെങ്കിൽ മമ്മൂക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മമ്മൂക്കയുടെ സ്റ്റാർഡം ഇമേജ്, ഇതൊന്നും ഒരു കോട്ടവും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അതെന്നും 100 മടങ്ങ് ഇരട്ടിയായി തന്നെ ഉണ്ടാകുമെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കണം. മമ്മൂക്ക എങ്ങനെയെങ്കിലും തീരണം, മമ്മൂക്ക എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, മമ്മൂക്ക അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മെഴുകലുകൾ പല രീതിയിൽ പല തലങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അത് എത്രയൊക്കെ വന്നാലും എങ്ങനെയൊക്കെ ഉണ്ടായാലും കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം, ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല അറിവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.